അല്ല കുളിക്കുക. എന്താ വരണ? ഇനി എന്താ? അത്താഴം കഴിക്കാൻ വിളിക്കാൻ വന്നതാ. വേണ്ട. ബുൾസൈ ഉണ്ടാക്കിയിട്ടുണ്ട്. ആണാ? ആനമൊട്ട ബുൾസൈയാണോ? സോറി, പട്ടിയെയും പൂച്ചയും ഒക്കെ തിന്നൂന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ. നിർത്തി. ഇന്നത്തോടെ കംപ്ലീറ്റ് നിർത്തി. നിന്റെ തല മണ്ണി കുത്താതെ ഇവിടുന്ന് ഞാൻ ഇനി നോൺ വെജ് കഴിക്കുന്ന പ്രശ്നമില്ല. സത്യായിട്ടും? സത്യം. നിന്നെ പണ്ടാരടക്കിയ നിന്റെ അപ്പനാണ് സത്യം. അയ്യോ, പുള്ളില് പൂച്ച. ഇതേതേ പൂച്ച? താൻ തിന്ന പൂച്ച. എടി, നീന് പറ്റിക്കായിരുന്നല്ലേ? നിന്നെ ഞാൻ ഇല്ല, ഇത് വെച്ചെറിഞ്ഞ നീ വിചാരിക്കും പ്രേമോണെന്ന്. കർത്താവേ, ഇത് മിസ്സാക്കല്ലേ. അയ്യോ, ഞാൻ എന്തിനാ ഇവിടെ വന്നത്? ഹൈ, സോഫി മോൾ ലീവ് കഴിഞ്ഞപ്പോ വന്നു. ഞാൻ കാപ്പി എടുക്കട്ടെ. ആ ദേ, രണ്ടുപേരെ ഊണ് കഴിക്കാൻ കൊച്ചമ്മമാര് വിളിക്കുന്നു. അല്ല പിന്നെ. அப்பா அப்பா ஐயப்பா, என்னடா அது? அந்த மாதிரி சாங் இருக்கு இல்லையா? ஐயோ, யாருடா அது? മൈൻഡി, അവൻ നിക്കണ ഇടം കറക്റ്റാ പാത്തിക്കണം. അന്നത്തെ മാതിരി കൊളവാക്കരുത്. അന്നൊക്കെ നീങ്ക താനേ കൊളപ്പാക്കിയത്. വേണ്ടേ, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. ബാക്കിയുള്ളവന്റെ കിഡ്നിയാ കലങ്ങിയത്. നീ അന്ന് കയറെടുത്ത് കാലിട്ട് വന്നപ്പോഴേ ഞാൻ വിചാരിച്ചതാ പടുപാവി. அப்ப என்னோட காரியம் எனக்கு உட்கார முடியாது, சைக்கோட்ட முடியாது, இதுக்கு முடியாது, இதுக்கு முடியாது, இதுக்கு. അപ്പൊ സമാസമം. ഇപ്പൊ എനക്ക് കിഡ്നി പോച്ച്, ഉനക്ക് കുണ്ടി പോച്ച്. போச்சன்னா ஒண்ணுமே இல்ல. பார்க்கணுமா? ஒண்ணுமே இல்ல. എന്നടാ ഇത്? ഇപ്പൊ ഉന്നെ പാത്താ കഥകളി നടന്മാർ അടിച്ചിട്ടേ പോയിടും. அது கூடி போனா இதுக்கு ஒண்ணுமே இல்ல சார். ഈശോയെ, പാവയ്ക്കയുടെ സൈസും ക്വാളിറ്റിയും നോക്കി മോഷ്ടിക്കുന്ന ഇവൾ എവിടെ നിന്ന് കള്ളിയായിരിക്കും? ഇവളിന്ന് ആരടി നീ? നീയോ? കള്ളി, നിനക്ക് കിട്ടുന്ന ശമ്പളം പോരാഞ്ഞിട്ട് നീ ഇവിടുത്തെ പാവയ്ക്കൂടെ കട്ടിവെക്കലടി പെരുങ്കള്ളി. ഞാൻ കട്ടൊന്നല്ല, ഇത് ബംഗ്ലാവിലേക്കാ. അമ്മച്ചിമാർക്ക് പാവയ്ക്ക ജ്യൂസ് കുടിക്കാൻ. എന്നെ പുറഞ്ഞ് പള്ളിപ്പുറമാക്കി കളഞ്ഞല്ലോ. നിന്റെ പുറം പള്ളിപ്പുറമല്ല, നിന്റെ പുറത്തെ പള്ളി പണിയൂടി. ഇനി എന്റെ അനുവാദം വേണ്ടി തോട്ടത്തിൽ കയറിയ ഇതിനെന്തിന് ഏത് തോട്ടോ? ഞാൻ കേറും. എന്റെ പാവയ്ക്ക, എന്റെ പാവയ്ക്ക പിടിച്ചാണോടി കളിക്കണേ? എന്റെ പാവയ്ക്ക എന്റെ അടുത്ത് കളിക്കരുത്. கொஞ்ச நேரம் ഞാനും പാക്കട്ടെ. ക്ലൈമാക്സ് ആച്ചാ? ഇല്ലല്ലേ? ആക്രമത്തെ കാണിക്കരുത്. ഇത് ഞാൻ അമ്മച്ചിമാരോട് പറയടാ ദുഷ്ട. മാതാവേ, എല്ലാം കഴിഞ്ഞെന്നാ തോന്നണത്. கொஞ்சம் பேலன்ஸ் இருக்கு. ആസാനെ, മണ്ണ് കിടച്ചാച്ചി. വേണ്ടടാ, മണ്ണും മുടിയൊന്നും വേണ്ട. ഇവനെ പൊളിച്ചടക്കാൻ ഇതിലും വലിയ കൂടോത്രം എന്റെ കയ്യിലുണ്ട്. ഇവനെ ശരിയാക്കയില്ല. പിടിച്ചു, കയ്യോടെ പിടിച്ചു. എന്നാ പിടിച്ചെന്നാ? നമ്മുടെ പാവയ്ക്കത്തോട്ടത്തിലെ. എന്നതാ? തോട്ടത്തിന് പന്നിയെ പിടിച്ചോ? ആ പന്നിയല്ല, ഇതൊരു അറാം പറഞ്ഞ പന്നി. പെണ്ണിനെ പിടിക്കാൻ വന്ന പന്നി. പെണ്ണിനെ പിടിക്കാനോ? എന്നതായി പറയുന്നേ? കാര്യം തെളിച്ചു പറയടോ. പറയാം. താഴത്തും തലയിലും വെക്കാതെ
രണ്ടാളും കൂടി എഴുന്നള്ളിച്ചൊരു പുണ്യാളച്ചനെ രൂപ കൂട്ടി വെച്ചിട്ടില്ലേ, ആ പീഡന പുണ്യാളനെ കയ്യും കളവുമായി കൈയോടെ പിടിച്ചു. ആഹാ, രണ്ടാളും കൂടി ഇങ്ങനെ തുന്നിക്കൊണ്ടിരുന്നോ അവിടെ പാവയ്ക്കത്തോട്ടത്തില്. അവര് രണ്ടുപേരും കൂടി ആദമവൻ കളിക്കുക. വിലക്കപ്പെട്ട പാവയ്ക്കാൻ പൊട്ടിച്ചു ആവോ. ഉടനെ അവൻ ആനാമ്പള്ളം തെളിച്ച് പുറത്താക്കിയില്ലെങ്കിൽ ഒരു തൊട്ടിലും കെട്ടി രണ്ടാളും കൂടി ഇരുന്ന് താമര കണ്ണാനൂറ എന്ന് പാടേണ്ടി വരും. ഓ, എനിക്കൊന്നും അപ്പൊ മനസ്സിലാവുന്നില്ല. ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? പുന്നാര സോമൻ ആ സോഫി പെണ്ണും കൂടി പാവയ്ക്കത്തോട്ടത്തില് അല്ല, ഞാനിതെങ്ങനെ പറയും. ഏ? കൊല്ലം കുറെ ആയല്ലോ മാത്തൂട്ടി ഇങ്ങനെ തോട്ടം നിറഞ്ഞ് നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇന്നേ വരെ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ടുണ്ടോ? അതെന്താ? എല്ലാവരും എന്നെ കാണുമ്പോ തിരിഞ്ഞേക്കും. എന്നതാണ് ഈ പറഞ്ഞു വരുന്നേ? വിശ്വാസമായില്ലെങ്കിൽ കണ്ണിലേക്ക് നോക്കേ. പാവയ്ക്കത്തോട്ടം കണ്ട രണ്ട് പാവയ്ക്ക തൂങ്ങിക്കിടക്കണണ്ട. അത് പാവയ്ക്കല്ലടോ, ഞങ്ങള് രണ്ടാളുവാ. ഛോ, നിങ്ങൾ എപ്പോഴാ കർത്താവ് ഈ കണ്ണിലേക്ക് കയറിയത്? നിക്ക്, വാ ഇവിടെ. നീയും അവനും തമ്മില് എന്നായിരുന്നു തോട്ടത്തില്? എവിടെ മിസ്റ്റർ ആദം സോളമൻ? ഞാനിവിടെ ഉണ്ട്. തോട്ടത്തില് പച്ചക്കറി വെക്കാൻ ആരോ കേറിയതാണെന്ന് സംശയിച്ച് ഞാൻ ചെന്ന് നോക്കിയപ്പോ. വേണ്ട 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 വേണ്ട, കള്ളത്തരൊന്നും പറയണ്ട. ആ, അവന്റെ കവളത്ത് കണ്ട, അവളുടെ ചുണ്ടത്തേക്കണ പെയിന്റ്. അയ്യോ, ഇത് പാവയ്ക്കടെ. ആ, പാവയ്ക്കത്തോട്ടത്തിൽ കണ്ട് 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 കണ്ട്. കീരിയും പാമ്പും ആയിരുന്നല്ലോ രണ്ടാളും. ഓ, ഞങ്ങളുടെ മുമ്പിൽ അഭിനയിക്കായിരുന്നല്ലയോ? അമ്മ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ പോത്തൂട്ടി ഈ അല്ല, പോത്തിന്റെ- മാത്തൂട്ടി പറയുന്നൊന്നും കേക്കല്ലേ. ഒന്നും പറയണ്ട. ദേണ്ടേ, രണ്ടു പേർക്കും അങ്ങ് ഇഷ്ടമാണെങ്കിൽ അത് ഞങ്ങൾ നടത്തി തരും. മനസ്സിലായോ? അമ്മേ, ഏ? ഗ്യാസിന്റെ ഒരു- അമ്മേ, ഞാനും ഈ കുട്ടിയും തമ്മിൽ ഉരുളണ്ട ഉരുളണ്ട. ഇനി വല്ല കുറുമ്പും കാണിച്ചാലേ രണ്ടെണ്ണത്തിന് നല്ല പെട കിട്ടും. സത്യത്തിൽ എന്തുണ്ടായെന്നറിയോ? വിശദീകരണം ഒന്നും വേണ്ട. പൊയ്ക്കോ പൊയ്ക്കോ, രണ്ടുപേരും പൊയ്ക്കോ. അല്ല അന്ന കൊച്ചമ്മ മണ്ടനും പൊയ്ക്കോ. പോയി. പോയ കാര്യം എന്നാച്ചിയാസാനെ ചെടി. കുണ്ടി പോയാച്ചി. ഞാൻ അന്നേ നിന്നോട് പറഞ്ഞിട്ടില്ല ഒരു നല്ല കാര്യത്തിൽ പോകുമ്പോഴെങ്കിലും ജഡ്ഡി ഇടണമെന്ന്. എനിക്ക് ചിന്ന വയസ്സിലിരുന്ന് ജെട്ടി അലർച്ചി. ചോളവും പ്രശ്നം എന്നാച്ചി ആസാനെ? മണ്ണും മുടിയും മാത്രമല്ല, അവന്റെ കുടലും പണ്ട് കൊടുത്താൽ പോലും അവനൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ആ കിളവി തള്ളമാര് അവന്റെ ആ പെണ്ണിന്റെ കൂടി 16 അടിയന്തരം നടത്താൻ പോയാണ്. അപ്പടിയാ? ആ. സാപ്പാട് കിടക്കുവാ. അയ്യോ, ചാപ്പാട് മാത്രം നിനക്ക് അലർജി ഇല്ല അല്ലേ? അറിവ് കെട്ട മുണ്ടം. എനിക്ക് പോയില്ല ആസാനെ. ഇനിയുള്ള നിമിഷങ്ങൾ അളന്നെടുക്കാം, ഈ മനസ്സുകൾ പങ്കുവയ്ക്കാം. പുതുമഴത്തുള്ളി കേൾക്കാവും, മധുരയ്ക്കും വസന്തവും നമുക്കുള്ളതാ.